Hi learners, welcome to I Plus Training Solutions. അപ്പോൾ നമ്മൾ നെറ്റ് കൊമേഴ്സിന്റെ ജൂൺ 2025 ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ നോക്കിക്കഴിഞ്ഞു. ബാലൻസ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. Which of the following types of audit report are termed together as modified report as per standards on auditing 705? അപ്പോൾ നമ്മുടെ ഓഡിറ്റിംഗിൽ നിന്നുമുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഇതിനകത്ത് നമുക്ക് കുറച്ച് ടൈപ്പ് ഓഫ് ഓഡിറ്റ് റിപ്പോർട്ട്സ് തന്നിട്ടുണ്ട്. ഇതിൽ which of the following types of reports are termed together as modified reports? അപ്പോൾ മോഡിഫൈഡ് റിപ്പോർട്ട്സ് എന്ന് പറയുന്നത് ഇതിൽ ഏത് റിപ്പോർട്ടുകളെയാണ് നമ്മൾ മോഡിഫൈഡ് റിപ്പോർട്ട്സ് എന്ന് പറയപ്പെടുന്നത്? അപ്പോൾ ഓഡിറ്റ് റിപ്പോർട്ടുകൾ പല ടൈപ്പ് ഓഡിറ്റ് റിപ്പോർട്ട്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതും നമ്മൾ കേട്ടിട്ടുള്ളതാണല്ലേ. ക്വാളിഫൈഡ് റിപ്പോർട്ട്, ഓഡിറ്റ് റിപ്പോർട്ട് വിത്ത് ആൻ എംഫസിസ് ഓഫ് മാറ്റർ പാരഗ്രാഫ്, ഡിസ്ക്ലൈമർ ഓഫ് ഒപ്പീനിയൻ റിപ്പോർട്ട്, അഡ്വേഴ്സ് റിപ്പോർട്ടൊക്കെ. ഇതിനകത്ത് മോഡിഫൈഡ് റിപ്പോർട്ട് എന്ന് പറയപ്പെടുന്നത് ഇതിൽ ഏതൊക്കെ റിപ്പോർട്ട്സിനെയാണെന്ന് നമുക്ക് നോക്കാം. ഇതിനകത്ത് ക്വാളിഫൈഡ് റിപ്പോർട്ടും അതേപോലെ ഡിസ്ക്ലൈമർ ഓഫ് ഒപ്പീനിയൻ ആൻഡ് അഡ്വേഴ്സ് റിപ്പോർട്ട് A, C and D ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. A, C and D. സോ നോക്കിക്കേ, മോഡിഫൈഡ് റിപ്പോർട്ട് ആർ ദോസ് ഇൻ വിച്ച് ഓഡിറ്റർ expresses a conclusion that is different from an unmodified opinion. These occur when there is a disagreement with management or a scope limitation. ക്വാളിഫൈഡ് റിപ്പോർട്ടുകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. സാധാരണ ഈ ക്വാളിഫൈഡ് റിപ്പോർട്ട് എന്നൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് എന്താ? നമ്മൾ കേൾക്കുമ്പോൾ നല്ല റിപ്പോർട്ടാണ് എന്ന് വിചാരിക്കത്തില്ലേ? ക്വാളിറ്റി ഒക്കെ ഉള്ളതാണ് എന്ന് ചിന്തിക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ റിലേറ്റ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാ. പക്ഷെ പ്രത്യേകം ഓർക്കുക, ക്വാളിഫൈഡ് റിപ്പോർട്ട് ആണോ നല്ല റിപ്പോർട്ട്? ഏറ്റവും നല്ല റിപ്പോർട്ട് ഏതാ? അൺക്വാളിഫൈഡ് റിപ്പോർട്ടാണ് കേട്ടോ. ഏറ്റവും നല്ല ഓഡിറ്റ് റിപ്പോർട്ട് ഏതാണെന്ന് ചോദിച്ചാൽ ദാറ്റ് ഈസ് അൺക്വാളിഫൈഡ് റിപ്പോർട്ട്. അതായത് അതിനകത്ത് വേറെ ക്വാളിഫിക്കേഷൻസ് ഒന്നും ഇല്ല. അതിനർത്ഥം ആ റിപ്പോർട്ട് നല്ലതാണ്, അതിനകത്ത് വേറെ തെറ്റുകളോ എററുകളോ ഒന്നും ഇല്ല എന്നുള്ളതാണ് അൺക്വാളിഫൈഡ് റിപ്പോർട്ട് ഉദ്ദേശിക്കുന്നത്. ക്വാളിഫൈഡ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അതിനകത്ത് എന്തൊക്കെയോ മിസ്റ്റേക്കുകൾ ഉണ്ട്, അതാണ് ക്വാളിഫൈഡ് റിപ്പോർട്ടുകൾ. സോ ഇവിടെ there is a disagreement with management or a scope limitation. ഇതാണ് നമ്മുടെ മോഡിഫൈഡ് ഓഡിറ്റ് റിപ്പോർട്ടുകൾ. ഓക്കെ, മോഡിഫൈഡ് റിപ്പോർട്ടുകളുടെ പ്രത്യേകതയാണ് നമ്മൾ പറയുന്നത്. മോഡിഫൈഡ് റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഒരു ക്ലീൻ റിപ്പോർട്ട് അല്ല, അതായത് നല്ല റിപ്പോർട്ട് അല്ല, അതിനകത്ത് ഇനിയും എന്തൊക്കെയോ മോഡിഫിക്കേഷൻസ് വരുത്തേണ്ടതുണ്ട്. അങ്ങനെയുള്ള റിപ്പോർട്ടുകളെയാണ് മോഡിഫൈഡ് എന്ന് പറയാ. അപ്പൊ ഈ ക്വാളിഫൈഡ് റിപ്പോർട്ടൊക്കെ മോഡിഫൈഡിനകത്ത് വരത്തില്ലേ? എന്തുകൊണ്ടാ? ക്വാളിഫൈഡ് എന്ന് പറയുന്നത് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു റിപ്പോർട്ടാണോ? അല്ല, അതിനകത്ത് എന്തൊക്കെയോ തിരുത്തലുകളൊക്കെ വരുത്തണം, എന്തൊക്കെയോ മിസ്റ്റേക്ക് അവിടെ ഇവിടേക്ക് ഉണ്ട്. അതുകൊണ്ടാണ് ഓഡിറ്റർ ഒരു ക്വാളിഫൈഡ് റിപ്പോർട്ട് തരുന്നത്. ഏറ്റവും നല്ല ക്ലീൻ റിപ്പോർട്ട് എന്ന് പറയുന്നത് അൺക്വാളിഫൈഡ് റിപ്പോർട്ടുകളാണ് അല്ലെ. ക്ലീൻ റിപ്പോർട്ട് എന്ന് പറയുന്നത് അൺക്വാളിഫൈഡ് റിപ്പോർട്ടാണ്. അപ്പൊ മോഡിഫൈഡ് റിപ്പോർട്ടുകളെ ഇപ്പൊ നമ്മുടെ ഈ ക്വസ്റ്റനിൽ ചോദിച്ചേക്കുന്നത് ഇതിൽ ഏതൊക്കെയാണ് മോഡിഫൈഡ് റിപ്പോർട്ട് എന്നാ ചോദിച്ചേക്കുന്നത്. അപ്പൊ ഇതിനകത്ത് മോഡിഫൈഡ് റിപ്പോർട്ട് എന്ന് പറയുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഓഡിറ്റ് റിപ്പോർട്ടിനകത്ത് എന്തൊക്കെയോ മോഡിഫിക്കേഷൻസ് ഒക്കെ വരുത്തേണ്ടതുണ്ട്. അങ്ങനെയുള്ള സാഹചര്യങ്ങളിലാണ് ഈ മോഡിഫൈഡ് റിപ്പോർട്ട് ഇറക്കുന്നത്. ആ മോഡിഫൈഡ് റിപ്പോർട്ടിനകത്ത് വരുന്നതാണ് ക്വാളിഫൈഡ് റിപ്പോർട്ടും അഡ്വേഴ്സ് റിപ്പോർട്ടും ഡിസ്ക്ലൈമർ ഓഫ് ഒപ്പീനിയൻ റിപ്പോർട്ടും. ഇത് മൂന്നും മോഡിഫൈഡ് റിപ്പോർട്ട്സ് ആണ്. കാരണം എന്തുകൊണ്ടാണ്? ക്വാളിഫൈഡ് നമ്മൾ പറഞ്ഞു ഓഡിറ്റർ അഗ്രി മോസ്റ്റ്ലി ബട്ട് ഹാസ് സം എക്സെപ്ഷൻസ്. ക്വാളിഫൈഡ് റിപ്പോർട്ട് ഓഡിറ്റർ തരുന്ന എപ്പോഴാ? ഓഡിറ്റിംഗ് ആ ഒരു കംപ്ലീറ്റ് കമ്പനിയുടെ എല്ലാ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഒക്കെ ഓഡിറ്റ് ചെയ്തു, ഓക്കെ ആണ്. പക്ഷേ വിത്ത് സം എക്സെപ്ഷൻസ്, ചില ഏരിയാസിൽ എന്തെങ്കിലുമൊക്കെ തിരുത്തലുകളും മോഡിഫിക്കേഷൻസും വേണം. വിത്ത് എക്സെപ്ഷൻസ് ആണ് കേട്ടോ, അല്ലാതെ കംപ്ലീറ്റും നല്ലത് എന്നല്ല. ഓക്കെ ആണ്, ഈ ഒരു ഓഡിറ്റ് ചെയ്തപ്പോൾ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഒക്കെ ഏകദേശം ഓക്കെ ആണ്. പക്ഷെ അവിടെ എന്തൊക്കെയോ എക്സെപ്ഷൻസ് ഉണ്ട്. ദാറ്റ് മീൻസ് അവിടെ എവിടേക്കോ ഏതൊക്കെ ചില ഏരിയാസിൽ മിസ്റ്റേക്കുകൾ ഉണ്ട്. അതാണ് ക്വാളിഫൈഡ് റിപ്പോർട്ട്. അഡ്വേഴ്സ് റിപ്പോർട്ട് എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് കംപ്ലീറ്റ്ലി അഡ്വേഴ്സ് ആണ്, തെറ്റാണ്, അതിനകത്ത് ഒത്തിരി തിരുത്തലുകളുണ്ട്, എന്തൊക്കെയോ ഫ്രോഡുകൾ നടന്നിട്ടുണ്ട് എന്നിങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഓഡിറ്റർ ഒരു അഡ്വൈസ് റിപ്പോർട്ട് ആയിരിക്കും കൊടുക്കുക. ഇതൊക്കെ എപ്പോഴാണ് കൊടുക്കുന്നത്? ഓഡിറ്റ് കഴിയുമ്പോൾ കൊടുക്കുന്നതാണല്ലേ. ഓഡിറ്റിന്റെ റിസൾട്ടായിട്ട് വെക്കുന്ന ഓഡിറ്റർ പ്രിപ്പയർ ചെയ്യുന്ന റിപ്പോർട്ടാണ്. ദെൻ ഡിസ്ക്ലെയിമർ ഓഫ് ഒപ്പീനിയൻ റിപ്പോർട്ട് എന്ന് പറയുന്നത് ഓഡിറ്റർക്ക് ഒരു
ഒരു കൺക്ലൂഷനിലേക്ക് എത്തിച്ചേരാൻ പറ്റുന്നില്ല. ഓക്കെ, ഓഡിറ്റർക്ക് ഒരു ഫൈനൽ കൺക്ലൂഷനിൽ എത്താൻ പറ്റുന്നില്ല. കാരണം ലാക്ക് ഓഫ് എവിഡൻസോ റെസ്ട്രിക്ഷൻസോ ലാക്ക് ഓഫ് ഇൻഫർമേഷൻ ഒക്കെ കാരണം ഇൻഫർമേഷൻസ് ഇല്ല, ആവശ്യത്തിനുള്ള ഇൻഫർമേഷൻസ് ഇല്ല. അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളിൽ ഓഡിറ്റർ ഡിസ്ക്ലൈമർ ഓഫ് ഒപ്പീനിയൻ റിപ്പോർട്ട് ആയിരിക്കും വെക്കുന്നത്. ഇതെല്ലാം മോഡിഫൈഡ് റിപ്പോർട്ടുകളാണ്. ഓക്കെ, ഒരു ക്ലീൻ റിപ്പോർട്ട് അല്ല. ക്ലീൻ റിപ്പോർട്ട് എന്ന് പറയുന്നത് അൺക്വാളിഫൈഡ് റിപ്പോർട്ട് ആയിരിക്കും. ദെൻ ഈ ക്വാളിഫൈഡ് റിപ്പോർട്ടും അഡ്വേഴ്സ് റിപ്പോർട്ടും ഡിസ്ക്ലൈമർ ഓഫ് ഒപ്പീനിയനും ഒക്കെ ഓഡിറ്റ് റിപ്പോർട്ട് തന്നെയാണ്. പക്ഷെ അത് കംപ്ലീറ്റും ഒരു ക്ലീൻ ആയിട്ടുള്ള നല്ലൊരു റിപ്പോർട്ട് അല്ല. അതിനകത്ത് നമ്മുടെ കമ്പനിയുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ എന്തൊക്കെയോ ചെറിയ ചെറിയ തിരുത്തലുകളും പ്രശ്നങ്ങളും ഉണ്ട്. അതിന്റെ ഫലമാണ് ഈ മോഡിഫൈഡ് റിപ്പോർട്ടുകൾ. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ചോദ്യം നോക്കിക്കേ. ഓക്കെ, ഇതും നമ്മുടെ ബിസിനസ് ഫിനാൻസിന്റെ ഏരിയയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ് അല്ലേ. ബിസിനസ് ഫിനാൻസ്, പ്രസന്റ് വാല്യൂ, ഫ്യൂച്ചർ വാല്യൂ, ഫ്യൂച്ചർ വാല്യൂ ഓഫ് ആനുവിറ്റി, പ്രസന്റ് വാല്യൂ ഓഫ് ആനുവിറ്റി. ഇത് മാച്ച് ചെയ്യണം. നിങ്ങൾ നോക്കിക്കേ, നമ്മൾ പ്രസന്റ് വാല്യൂവും ഫ്യൂച്ചർ വാല്യൂ ഒക്കെ പഠിച്ചിട്ടുണ്ട് അല്ലേ. പ്രസന്റ് വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താ? പ്രസന്റ് വാല്യൂ ഫ്യൂച്ചറിൽ കിട്ടുന്ന ഒരു 10,000 രൂപയുടെ ഇന്നത്തെ മൂല്യം, അതാണ് പ്രസന്റ് വാല്യൂ. ഫ്യൂച്ചർ വാല്യൂ എന്ന് പറഞ്ഞാൽ ഇന്ന് കിട്ടുന്ന 10,000 രൂപയുടെ 5 വർഷം കഴിഞ്ഞുള്ള മൂല്യം, അതാണ് ഫ്യൂച്ചർ വാല്യൂ. ഓക്കെ, അപ്പൊ ഈ പ്രസന്റ് വാല്യൂവും ഫ്യൂച്ചർ വാല്യൂവും കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻസ് ഉൾപ്പെടെ നമ്മൾ ഫിനാൻഷ്യൽ മാനേജ്മെന്റിൽ കൃത്യമായിട്ട് പഠിക്കുന്നുണ്ട്. സോ ഇത് നമുക്ക് സിമ്പിൾ ആയിട്ട് മാച്ച് ചെയ്യാം. അതേപോലെ തന്നെ ഫ്യൂച്ചർ വാല്യൂ ഓഫ് ആനുവിറ്റിയും പ്രസന്റ് വാല്യൂ ഓഫ് ആനുവിറ്റി, അതായത് ഒരു സീരീസ് ഓഫ് ക്യാഷ് ഫ്ലോസിനെയാണ് പറയുന്നത്. ഒരു സീരീസ് ഓഫ് ക്യാഷ് ഫ്ലോയുടെ ഫ്യൂച്ചർ വാല്യൂവും പ്രസന്റ് വാല്യൂവും ഇത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻസ് നമുക്ക് തമ്മിൽ മാച്ച് ചെയ്യണം. സോ ഇവിടെ ഓപ്ഷൻ 1 ആണ് കറക്റ്റ് ആൻസർ. നമുക്ക് നോക്കാം എങ്ങനെയാണ് വന്നിട്ടുള്ളത് നോക്കാം. സോ നോക്കിക്കേ, പ്രസന്റ് വാല്യൂ എങ്ങനെയാ കണ്ടുപിടിക്കുന്നത്? ക്യാഷ് ഫ്ലോ ഡിവൈഡഡ് ബൈ 1 + r⁻t വരും അല്ലെ. ക്യാഷ് ഫ്ലോ നമ്മുടെ പ്രസന്റ് വാല്യൂ കണ്ടുപിടിക്കുന്നത് കേട്ടോ. പ്രസന്റ് വാല്യൂ അതായത് ഫ്യൂച്ചറിൽ കിട്ടുന്ന ഒരു എമൗണ്ടിന്റെ ഇന്നത്തെ മൂല്യമാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. പ്രസന്റ് വാല്യൂയിലേക്ക് കൺവേർട്ട് ചെയ്യുക. അപ്പൊ ഈ ഫ്യൂച്ചർ ക്യാഷ് ഫ്ലോസ് ആണ് നമ്മൾ എടുക്കുന്നത് കേട്ടോ. ഫ്യൂച്ചർ ക്യാഷ് ഫ്ലോ ഡിവൈഡ് ബൈ 1 + r⁻3 വരും, t വരും. ഇനി ഫ്യൂച്ചർ ക്യാഷ് ഫ്ലോ കണ്ടുപിടിക്കാൻ ഈ ക്യാഷ് ഫ്ലോ ഇൻറ്റു 1 + r⁻3. അപ്പൊ ഈ ക്യാഷ് ഫ്ലോ എന്ന് പറഞ്ഞാൽ ഏതാ? പ്രസന്റ് വാല്യൂ ആയിരിക്കും കേട്ടോ. ഫ്യൂച്ചർ വാല്യൂ കണ്ടുപിടിക്കണ്ടേ, അപ്പൊ പ്രസന്റ് വാല്യൂവിനെ എടുക്കണം. അതായത് ഇന്ന് കിട്ടുന്ന 10,000 രൂപയുടെ നാളത്തെ മൂല്യം, അതാണ് നമ്മൾ ഫ്യൂച്ചർ വാല്യൂവിൽ പറയുന്നത്. അപ്പൊ ഈ പ്രസന്റ് ക്യാഷ് ഫ്ലോ ഇൻറ്റു 1 + r⁻3 വരും. അതേപോലെ ഫ്യൂച്ചർ വാല്യൂ ഓഫ് ആനുവിറ്റി, ഫ്യൂച്ചർ വാല്യൂ ഓഫ് ആനുവിറ്റി നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് നേരെ ലോജിക്കലി വേണമെങ്കിലും നമുക്ക് മാച്ച് ചെയ്യാം കേട്ടോ. r ഇൻറ്റു ഫ്യൂച്ചർ വാല്യൂ ആണ് കേട്ടോ. ഫ്യൂച്ചർ വാല്യൂ ഓഫ് ആനുവിറ്റി വരും. ദെൻ പ്രസന്റ് വാല്യൂ ഓഫ് ആനുവിറ്റി കണ്ടുപിടിക്കാൻ ഇതാണ് പി വി മീൻസ് പ്രസന്റ് വാല്യൂവും FV ഫ്യൂച്ചർ വാല്യൂമാ. അത് നിങ്ങൾ നേരിട്ടങ്ങ് മാച്ച് ചെയ്യാം, സിംപ്ലി മാച്ച് ചെയ്യാൻ പറ്റും. ഇത് എക്സാമിന് അങ്ങനെ ക്വസ്റ്റ്യൻ ആയിട്ടൊന്നും, അതായത് പ്രാക്ടിക്കൽ ആയിട്ട് ചോദിക്കാറില്ല. ജസ്റ്റ് ഇക്വേഷൻ ആണ്, ഒന്ന് മനസ്സിലാക്കി വെച്ചിരുന്നാൽ മതി. ഇത് അങ്ങനെ ചോദിക്കത്തില്ല. പ്രസന്റ് വാല്യൂവും ഫ്യൂച്ചർ വാല്യൂവും ആണ്. ഫ്യൂച്ചർ വാല്യൂ ഓഫ് ആനുവിറ്റിയും പ്രസന്റ് വാല്യൂ ഓഫ് ആനുവിറ്റിയും ഒന്നും അങ്ങനെ ഇൻഡെപ്ത് ആയിട്ട് ചോദിച്ച് കണ്ടിട്ടില്ല. എന്നാലും ഒന്ന് അറിഞ്ഞിരിക്കാം. പ്രസന്റ് വാല്യൂ എന്ന് പറഞ്ഞാൽ ഹൗ മച്ച് എ ഫ്യൂച്ചർ എമൗണ്ട് ഓഫ് മണി ഈസ് വർത്ത് ടുഡേ. ഓക്കെ, ആ ഫ്യൂച്ചറിലെ ഒരു എമൗണ്ടിന്റെ ഇന്നത്തെ വാല്യൂ ആണ് പ്രസന്റ് വാല്യൂ. ഫ്യൂച്ചർ വാല്യൂ മീൻസ് ഹൗ മച്ച് എ കറന്റ് എമൗണ്ട് ഓഫ് മണി വിൽ ഗ്രോ ഇൻ ഫ്യൂച്ചർ. അതായത് ഇന്ന് കിട്ടുന്ന ഒരു എമൗണ്ടിന് ഫ്യൂച്ചറിൽ എത്ര വാല്യൂ ഉണ്ടാകും എന്നുള്ളതാണ് ഫ്യൂച്ചർ വാല്യൂ. ഫ്യൂച്ചർ വാല്യൂ ഓഫ് ആനുവിറ്റി എന്ന് പറഞ്ഞാൽ total value at the end of n period of a series of equal payments compounded at interest rate. FVIFA is the factor you multiplied by. Okay, multiply ചെയ്യുന്ന ഫാക്ടർ ആണ് FVIFA എന്ന് പറയുന്നത്. സോ ഫ്യൂച്ചർ വാല്യൂ ഓഫ് ആനുവിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത് ടോട്ടൽ വാല്യൂ അറ്റ് ദി എൻഡ് ഓഫ് n പീരീഡ്. അതായത് ഇത്ര പീരീഡുകൾ കഴിയുമ്പോൾ ഒരു സീരീസ് ഓഫ് പേയ്മെന്റുകളുടെ ടോട്ടൽ വാല്യൂ. ഇപ്പം ഫ്യൂച്ചർ വാല്യൂയിലും പ്രസന്റ് വാല്യൂയിലും നമ്മൾ ഒരു സ്പെസിഫിക് എമൗണ്ടാണ് പറയുന്നത്. പക്ഷേ ഈ ഫ്യൂച്ചർ വാല്യൂ ഓഫ് ആനുവിറ്റി പ്രസന്റ് വാല്യൂ ഓഫ് ആനുവിറ്റി എന്ന് പറയുന്നത് ഒരു സീരീസ് ഓഫ് പേയ്മെന്റുകൾ. ഇപ്പൊ ഇന്ന് തൊട്ട് 5 വർഷത്തേക്ക് എല്ലാ വർഷവും 10,000 വെച്ച് കിട്ടും. അങ്ങനെയാണെങ്കിൽ ആ എമൗണ്ടിന്റെ ഫ്യൂച്ചറിലെ വാല്യൂ എത്രയാണ്, അന്നത്തെ വാല്യൂ എത്രയാണ്. അപ്പോൾ ഓരോ വർഷവും കിട്ടുന്ന എമൗണ്ടുകളുടെ വാല്യൂവിൽ വ്യത്യാസം വരും അല്ലെ. നമ്മുടെ പ്രസന്റ് വാല്യൂ ഫാക്ടറിൽ മാറ്റങ്ങൾ വരും. അപ്പൊ അതനുസരിച്ച് കോമ്പൗണ്ട് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഫ്യൂച്ചർ വാല്യൂ ഓഫ് ആനുവിറ്റിയും പ്രസന്റ് വാല്യൂ ഓഫ് ആനുവിറ്റിയും കണ്ടുപിടിക്കുന്നത്. ഓക്കെ, സോ നമുക്ക് നെക്സ്റ്റ് ചോദ്യം നോക്കാം. ഐഡന്റിഫൈ ദി കറക്റ്റ് സീക്വൻസ് ഓഫ് സാമ്പിളിംഗ് ഡിസൈൻ പ്രോസസ്. ഇതും നമ്മുടെ റിസർച്ച് ആ ഒരു ഭാഗത്തുനിന്ന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. റിസർച്ചിന്റെ ഏരിയ ബിസിനസ് സ്റ്റാറ്റിസ്റ്റിക്സിൽ വരുന്ന ഒരു ഏരിയ ആണ്. സോ
കറക്റ്റ് സീക്വൻസ് ഓഫ് സാമ്പിളിംഗ് ഡിസൈൻ പ്രോസസ്, സാമ്പിളിംഗ് ഡിസൈൻ പ്രോസസ്സിന്റെ കറക്റ്റ് സീക്വൻസ് നമുക്ക് നോക്കണം. ഡിറ്റർമൈൻ ദ സാമ്പിൾ സൈസ്, സെലക്ട് എ സാമ്പിളിംഗ് ടെക്നിക്, സെലക്ഷൻ ഓഫ് സാമ്പിളിംഗ് ഫ്രെയിം, ഡിഫൈനിങ് ടാർഗറ്റ് പോപ്പുലേഷൻ. ഇതിലേതാണ് നമ്മുടെ ആ ഒരു സ്റ്റെപ്പുകൾ കറക്റ്റ് ആയിട്ട് നമുക്കൊന്ന് അറേഞ്ച് ചെയ്യാം അല്ലേ? സാമ്പിളിംഗ് ഡിസൈനിൽ നമ്മൾ ഏതാ ഫസ്റ്റ് നോക്കുന്നത്? എന്താ? ടാർഗറ്റ് പോപ്പുലേഷൻ അല്ലേ നമ്മൾ ആദ്യം എടുക്കേണ്ടത്? പോപ്പുലേഷൻ, നമ്മുടെ പോപ്പുലേഷനെ അല്ലേ ആദ്യം നമ്മൾ ഡിഫൈൻ ചെയ്യേണ്ടത്? ആദ്യം നമ്മുടെ ടാർഗറ്റ് പോപ്പുലേഷൻ ഏതാണ് എന്ന് വേണം ഡിഫൈൻ ചെയ്യാൻ. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം? ഡിറ്റർമൈൻ ദി ഡിഫൈനിങ് സെലക്ഷൻ ഓഫ് സാമ്പിളിംഗ് ഫ്രെയിം. അതിനുശേഷം സെലക്ടിങ് എ സാമ്പിളിംഗ് ടെക്നിക്, ദെൻ ഡിറ്റർമൈനിങ് ദി സാമ്പിൾ സൈസ്. അപ്പൊ എങ്ങനെ വരും? DCBA എന്ന് വരും അല്ലെ? നോക്കിക്കേ, ഡിഫൈനിങ് ടാർഗറ്റ് പോപ്പുലേഷൻ. ആദ്യം നമ്മുടെ പോപ്പുലേഷൻ ഏതാണ്? നമ്മളിപ്പം സാമ്പിൾസിനെ എടുക്കുന്ന സമയത്ത് ആദ്യം നമ്മുടെ പോപ്പുലേഷനെ ഐഡന്റിഫൈ ചെയ്യണം അല്ലെ? സാമ്പിളിംഗ് ഡിസൈനിൽ പോപ്പുലേഷൻ എന്ന് പറയുമ്പോൾ ആരാ? നമ്മൾ എവിടെ നിന്നാണോ നമ്മുടെ സ്റ്റഡി ആരെയാണോ ഫോക്കസ് ചെയ്തിട്ടുള്ളത് അത് നമ്മുടെ പോപ്പുലേഷൻ എന്ന് പറയും. ഇനി ആ പോപ്പുലേഷനെ നമ്മൾ ആദ്യം ഐഡന്റിഫൈ ചെയ്യുന്നു, ദ ഗ്രൂപ്പ് യു വാണ്ട് ടു സ്റ്റഡി. ഓക്കെ, ദെൻ സെലക്ഷൻ ഓഫ് സാമ്പിളിംഗ് ഫ്രെയിം. അതിനുശേഷം നമ്മൾ സാമ്പിളിംഗ് ഫ്രെയിം സെലക്ട് ചെയ്യണം അല്ലേ? അതായത് ആ ഒരു പോപ്പുലേഷനിൽ നിന്ന് നമ്മൾ ഏതൊക്കെയാണ് എവിടെ നിന്നൊക്കെയാണ് സാമ്പിൾസിനെ എടുക്കാൻ ഉദ്ദേശിക്കുന്നത്, നമ്മുടെ ഒരു സാമ്പിളിംഗ് ഫ്രെയിം നമ്മൾ സെലക്ട് ചെയ്യണം. ഒരു എക്സാമ്പിളിൽ കൂടെ നമുക്ക് മനസ്സിലാക്കാം. സോ ഇപ്പം ഓൾ കോളേജ് സ്റ്റുഡൻസ് ഇൻ എ സിറ്റി, ഒരു സിറ്റിയിലെ കോളേജ് സ്റ്റുഡൻസ്, അതാണ് നമ്മുടെ പോപ്പുലേഷൻ. അപ്പൊ ഈ കോളേജ് സ്റ്റുഡൻസിനെയാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് സ്റ്റഡിയിൽ. ഇനി സെലക്ഷൻ ഓഫ് സാമ്പിളിംഗ് ഫ്രെയിം, എ ലിസ്റ്റ് ഓഫ് ഓൾ സ്റ്റുഡൻസ് ഫ്രം ദി കോളേജസ് ഇൻ ദാറ്റ് സിറ്റി. അപ്പോൾ ആ സിറ്റിയിലുള്ള കോളേജ് സ്റ്റുഡൻസിന്റെ എല്ലാം ഒരു ലിസ്റ്റ് നമ്മൾ തയ്യാറാക്കണം അല്ലെ? നമ്മുടെ സാമ്പിളിംഗ് ഫ്രെയിം നമ്മൾ തയ്യാറാക്കണം. അതിനുശേഷം സെലക്ടിങ് ദി സാമ്പിളിംഗ് ടെക്നിക്, ഏത് സാമ്പിളിംഗ് മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പൊ നമുക്ക് പല സാമ്പിളിംഗ് മെത്തേഡുകളുണ്ട്, റാൻഡം സാമ്പിളിങ്ങും നോൺ റാൻഡം സാമ്പിളിങ്ങും, ഡിഫറെന്റ് മെത്തേഡ്സ് ഇല്ലേ? അപ്പൊ അതിൽ നിന്ന് നമുക്ക് ഏതാണോ ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ളത് ആ ഒരു സെലക്ഷൻ ടെക്നിക്ക്, സാമ്പിളിംഗ് ടെക്നിക്ക് എടുക്കുക. ദെൻ ഡിറ്റർമൈനിങ് ദി സാമ്പിൾ സൈസ്. അതിനുശേഷം നമുക്ക് എത്ര സാമ്പിൾസിനെ വേണം, എത്ര എണ്ണം വേണം എന്നുള്ളത് ഡിറ്റർമൈൻ ചെയ്യണം. ഓക്കെ, ഇതാണ് നമ്മുടെ സ്റ്റെപ്സ് വരുന്നത്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ചോദ്യം നോക്കാം. Who can file petition to the tribunal for the winding up of a limited liability partnership? പ്രത്യേകം പഠിച്ചു വെച്ചോണേ. ഈ LLPയിൽ നിന്ന് നിങ്ങൾക്ക് എപ്പോഴും ചോദ്യങ്ങൾ വരും. LLP ലിമിറ്റഡ് ലൈബിലിറ്റി പാർട്ട്ണർഷിപ്പിൽ നിന്ന് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ എല്ലാ വർഷവും ചോദിക്കുന്നതാ. അത് എല്ലാ വർഷവും ചോദിക്കുന്നതാ. അത് കൃത്യമായിട്ട് പഠിച്ചു വെച്ചോണം കേട്ടോ. എല്ലാ വർഷവും റെഗുലർ ആയിട്ട് ചോദിക്കുന്നതാണ്. സോ who can file petition to the tribunal for the winding up of a limited liability partnership? LLP winding upന് ആർക്കൊക്കെ പെറ്റീഷൻ കൊടുക്കാം? നമ്മൾ ഈ കമ്പനി അക്കൗണ്ട്സിലും അത് പഠിക്കുന്നുണ്ട് അല്ലേ? കമ്പനീസിന്റെ വൈൻഡിങ് അപ്പിന് വോളണ്ടറി വൈൻഡിങ് അപ്പും വൈൻഡിങ് അപ്പ് ബൈ ട്രൈബ്യൂണലും ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇപ്പൊ കമ്പനി വൈൻഡ് അപ്പ് ചെയ്യുന്ന സമയത്ത് ആർക്കൊക്കെ പെറ്റീഷൻ കൊടുക്കാമെന്നൊരു കാര്യമൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. അതേപോലെ LLPയുടെ വൈൻഡിങ് അപ്പിൽ ആർക്കൊക്കെയാണ് പെറ്റീഷൻ കൊടുക്കാനായിട്ട് പറ്റുന്നത്? സെക്യൂർഡ് ക്രെഡിറ്റേഴ്സ്, LLP or any of its partners, registrar of company, any person authorized by the central government, any voluntary association. ആർക്കൊക്കെ പറ്റും? ഇവിടെ ABC and D കേട്ടോ. ABC and D. വോളണ്ടറി അസോസിയേഷൻ ഇല്ല, ബാക്കി എല്ലാവർക്കും LLPയുടെ വൈൻഡിങ് അപ്പിന് പെറ്റീഷൻ കൊടുക്കാനായിട്ട് പറ്റും. സോ വൈൻഡിങ് അപ്പ് begins with the filing a petition for winding up to the tribunal. So this petition can be filed by LLP itself. ആർക്കൊക്കെയാണ് LLPയുടെ വൈൻഡിങ് അപ്പിന് പെറ്റീഷൻ കൊടുക്കാൻ പറ്റുന്നത്? ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചു വെച്ചോണേ. LLP itself, creditors, partners, or in certain case by registrar or by a person authorized by the central government. Okay, ഇത്രയും പേർക്ക് LLPയുടെ വൈൻഡ് അപ്പിന് പെറ്റീഷൻ കൊടുക്കാനായിട്ട് പറ്റും. Okay, next question നോക്കിക്കേ. Which of the following statements are correct with regard to mathematical properties of standard deviation? നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക്സ്, എക്കണോമിക്സ് അല്ല സ്റ്റാറ്റിസ്റ്റിക്സ്, ബിസിനസ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്ന മോഡ്യൂളിൽ നിന്ന് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ബിസിനസ് സ്റ്റാറ്റിസ്റ്റിക്സിൽ നമ്മൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷനും അതേപോലെ തന്നെ കോറിലേഷനും റിഗ്രഷനും ഒക്കെ പഠിക്കുന്നുണ്ട്. അതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അവിടെ നിന്നൊക്കെ നമുക്ക് ചോദ്യങ്ങൾ വരും. അപ്പൊ അതിൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷന്റെ മാത്തമാറ്റിക്കൽ പ്രോപ്പർട്ടീസ് ഇതിൽ ഏതൊക്കെയാണ് വരുന്നത്? കറക്റ്റ് ആണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. അതായത് കറക്റ്റ് ആയിട്ടുള്ളതാണ്, ഇൻകറക്റ്റ് അല്ല. മാത്തമാറ്റിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഇതിൽ ഏതൊക്കെ വരുമോ നോക്കിക്കേ. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ചേഞ്ച് ഓഫ് ഒറിജിൻ ആൻഡ് ചേഞ്ച് ഓഫ് സ്കെയിൽ ആണോ? ആലോചിച്ച് നോക്കിക്കേ. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ചേഞ്ച് ഓഫ് ഒറിജിൻ ബട്ട് നോട്ട് ഓഫ് സ്കെയിൽ.
Standard deviation of first n natural numbers, n square root of n square minus 1 by 12. Standard deviation of first n natural numbers is root of n square minus 1 by 6. For moderately skewed distribution, standard deviation is 0.8 of the mean deviation. അപ്പോൾ ഇതിൽ ഏതൊക്കെയാണ് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്സ്? ബിയും സിയും മാത്രമാണ് കേട്ടോ, ബിയും സിയും മാത്രമേ ഉള്ളൂ. അതായത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ചേഞ്ച് ഓഫ് ഒറിജിൻ ബട്ട് നോട്ട് ചേഞ്ച് ഓഫ് സ്കെയിൽ, പ്രത്യേകം ഓർത്ത് വയ്ക്കാം. അതേപോലെ ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സിന്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കണ്ടുപിടിക്കാൻ റൂട്ട് ഓഫ് n സ്ക്വയർ മൈനസ് 1 by 12 ആണ്, 6 അല്ല. ഓക്കെ, സോ സ്റ്റാൻഡേർഡ് ഡീവിയേഷന്റെ പ്രോപ്പർട്ടീസ് നമുക്കൊന്ന് നോക്കാമേ. സ്റ്റാൻഡേർഡ് ഡീവിയേഷനെ പറ്റി നിങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കണം, അത് എല്ലാ പ്രാവശ്യവും ചോദിക്കുന്നതാണ് കേട്ടോ. എല്ലാ പ്രാവശ്യവും സ്റ്റാൻഡേർഡ് ഡീവിയേഷനെ ബേസ് ചെയ്തിട്ട് ഒരു ക്വസ്റ്റ്യൻ നമുക്കുണ്ട്. സോ ഇറ്റ് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ചേഞ്ച് ഓഫ് ഒറിജിൻ ബട്ട് നോട്ട് ഓഫ് സ്കെയിൽ. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് ഫസ്റ്റ് n നാച്ചുറൽ നമ്പർ ഈസ് റൂട്ട് ഓഫ് n സ്ക്വയർ മൈനസ് 1 by 12. ഓക്കെ, ഈ രണ്ട് പ്രോപ്പർട്ടീസും പ്രത്യേകം ഒന്ന് ഓർത്തിരിക്കുക. നെക്സ്റ്റ് ചോദ്യം നോക്കാം. Which of the following are the applications of conservatism principle of accounting? ഇത് നമുക്ക് കുറച്ച് നിലവാരമുള്ള ഒരു ചോദ്യമാണ് കേട്ടോ. കാരണം നമ്മൾ എത്രത്തോളം ഈ അക്കൗണ്ടിങ് കോൺസെപ്റ്റുകളും അക്കൗണ്ടിങ് പ്രിൻസിപ്പിളുകളും ഒക്കെ നമ്മൾ പഠിച്ചു വെച്ചിട്ടില്ലേ, അതെന്താണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിന്റെ റിയൽ ലൈഫ് ആപ്ലിക്കബിലിറ്റി ലെവലിൽ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതിൽ ഏതൊക്കെ സിറ്റുവേഷൻസിലാണ് കൺസർവേറ്റിസം അപ്ലൈഡ് ആകുന്നത്, കൺസർവേറ്റിസം അപ്ലൈ ചെയ്യുന്ന സിറ്റുവേഷൻസാണ്. അപ്പോൾ ഓർക്കുക, ഈ ഓരോ പ്രിൻസിപ്പിളുകളും അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസും കോൺസെപ്റ്റും ഒക്കെ നമ്മൾ പഠിക്കുമ്പോൾ അത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്, റിയൽ ലൈഫ് ആപ്ലിക്കബിലിറ്റി അല്ലെങ്കിൽ ഒരു കമ്പനിക്കകത്ത് എവിടേക്കാണ് ഇത് അപ്ലൈ ചെയ്യുന്നത് എന്നൊരു കാര്യം നമ്മൾ പ്രത്യേകം പഠിക്കണം. ജസ്റ്റ് തിയറിറ്റിക്കൽ കോൺസെപ്റ്റുകളായിട്ട് മാത്രം പഠിച്ചു വെക്കാതെ ഈ അക്കൗണ്ടിങ് കോൺസെപ്റ്റുകളൊക്കെ പഠിക്കുമ്പോൾ അതിന്റെ ആപ്ലിക്കബിലിറ്റി ലെവലിൽ വേണം നമ്മൾ പഠിക്കാൻ. അങ്ങനെ തന്നെയാണ് നിങ്ങൾക്ക് എല്ലാ പ്രാവശ്യവും ചോദിക്കുന്നത് കേട്ടോ. എല്ലാ പ്രാവശ്യവും അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് അല്ലെങ്കിൽ കോൺസെപ്റ്റിൽ നിന്ന് ഒരു ചോദ്യം ഉണ്ടാകും, അത് ആപ്ലിക്കേഷൻ ലെവലിൽ തന്നെ ആയിരിക്കും ചോദിക്കുന്നത്. നോക്കിക്കേ, കൺസർവേറ്റിസം പ്രിൻസിപ്പിൾ അപ്ലൈഡ് ആകുന്ന സിറ്റുവേഷൻ. അപ്പൊ അത് എന്താണ് കൺസർവേറ്റിസം എന്ന് ആദ്യം മനസ്സിലാക്കണം, എന്നാലല്ല അത് ഏതൊക്കെ സിറ്റുവേഷനിൽ അപ്ലൈ ചെയ്യാമെന്ന് നമുക്ക് അറിയാൻ പറ്റുള്ളൂ. കൺസർവേറ്റിസം എന്ന് പറഞ്ഞാൽ എന്താ? കൺസർവേറ്റിസം നമുക്കറിയാം, ആന്റിസിപ്പേറ്റ് നോ പ്രോഫിറ്റ് ബട്ട് പ്രൊവൈഡ് ഫോർ ഓൾ പോസിബിൾ ലോസസ്, അതല്ലേ കൺസർവേറ്റിസം. ബിസിനസ്സുകൾ ഒരിക്കലും പ്രോഫിറ്റുകളെ ആന്റിസിപ്പേറ്റ് ചെയ്യാൻ പാടില്ല, പക്ഷേ ബിസിനസ്സിന് ലോസ് ഉണ്ടാകാൻ സാധ്യതയുണ്ടെങ്കിൽ അതിന് കൃത്യമായിട്ട് പ്രൊവിഷൻസ് വെക്കണം. അതാണ് നമ്മുടെ കൺസർവേറ്റിസത്തിൽ പറയുന്നത്. സോ ഇനി നമുക്ക് നോക്കാം, വാല്യുവേഷൻ ഓഫ് സ്റ്റോക്ക് ഇൻ ട്രേഡ് അറ്റ് ലോവർ ഓഫ് കോസ്റ്റ് ഓർ മാർക്കറ്റ് വാല്യൂ. അവിടെ കൺസർവേറ്റിസം അപ്ലൈ ആകുന്നുണ്ടോ? വാല്യുവേഷൻ ഓഫ് സ്റ്റോക്ക് ഇൻ ട്രേഡ് അറ്റ് ദി ലോവർ ഓഫ് കോസ്റ്റ് ഓർ മാർക്കറ്റ് വാല്യൂ. ഒരു കമ്പനി അവരുടെ സ്റ്റോക്ക് ഇൻ ട്രേഡിനെ കോസ്റ്റ് പ്രൈസ് ഓർ മാർക്കറ്റ് പ്രൈസ് വിച്ച് എവർ ഈസ് ലോവർ, അല്ലെ? എപ്പോഴും നമ്മൾ പറയും സ്റ്റോക്ക് ഇൻവെന്ററീസിനെ നമ്മൾ വാല്യൂ ചെയ്യേണ്ടത് കോസ്റ്റ് പ്രൈസ് ഓർ മാർക്കറ്റ് പ്രൈസ് വിച്ച് എവർ ഈസ് ലോവറിലാണെന്ന് പറയുന്നു. അത് കൺസർവേറ്റിസം ആണോ? റിലേറ്റ് ചെയ്ത് നോക്കിക്കേ. കൺസർവേറ്റിസം പ്രിൻസിപ്പിൾ എന്താണെന്ന് അറിയാം, അപ്പൊ നമുക്കൊന്ന് റിലേറ്റ് ചെയ്ത് നോക്കാം. കോസ്റ്റ് പ്രൈസ് ഓർ മാർക്കറ്റ് പ്രൈസ് വിച്ച് എവർ ഈസ് ലോവർ, ശരിയല്ലേ? കാരണം കൺസർവേറ്റിസത്തിലും പറയുന്നത് അത് തന്നെയാ. പ്രോഫിറ്റുകൾ ഉണ്ടാകാൻ സാധ്യത ഉണ്ടെങ്കിൽ അതിനെ ആന്റിസിപ്പേറ്റ് ചെയ്യരുത്, ലോസ് ഉണ്ടാകാൻ സാധ്യത ഉണ്ടെങ്കിൽ അതിന് പ്രൊവിഷൻ വെക്കണം എന്ന് പറയുന്നു. അപ്പോൾ നമ്മുടെ കയ്യിലിരിക്കുന്ന സ്റ്റോക്ക്, നമ്മുടെ കയ്യിലിരിക്കുന്ന സാധനങ്ങൾ ഒന്നെങ്കിൽ കോസ്റ്റ് പ്രൈസ് അല്ലെങ്കിൽ മാർക്കറ്റ് പ്രൈസ്, ഇതിൽ കുറഞ്ഞ വിലയിലേ നമ്മൾ കാണിക്കുന്നുള്ളൂ. കാരണം എന്തുകൊണ്ടാ? ലോസ് ഉണ്ടാകാൻ സാധ്യത ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ നേരത്തെ പ്രൊവിഷൻസ് വെക്കുകയാണല്ലേ. ഓക്കെ, ഇനി ഡെബിറ്റിംഗ് ഡ്രോയിങ്സ് അക്കൗണ്ട് ആൻഡ് ക്രെഡിറ്റിംഗ് പർച്ചേസ് അക്കൗണ്ട് വെൻ ഗുഡ്സ് ആർ വിഡ്രോൺ ബൈ ദി പ്രൊപ്രൈറ്റർ. ഗുഡ്സ് ഓണർ വിഡ്രോ ചെയ്യുമ്പോൾ, ഓണർ ഗുഡ്സ് നമ്മുടെ കമ്പനിയിൽ നിന്ന് വിഡ്രോ ചെയ്തുകൊണ്ട് പോകുമ്പോൾ ഡ്രോയിങ്സ് അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യുന്നു, പർച്ചേസ് അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്യുന്നു. ഇത് കൺസർവേറ്റിസം പ്രിൻസിപ്പിൾ ആണോ? അല്ല, അല്ലെ? ഇത് കൺസർവേറ്റിസം പ്രിൻസിപ്പിളുമായിട്ട് അപ്ലൈ ആകത്തില്ല. ഇനി മേക്കിംഗ് പ്രൊവിഷൻ ഫോർ ബാഡ് ആൻഡ് ഡൗട്ട്ഫുൾ ഡെറ്റ്, അത് പിന്നെ നമുക്ക് കണ്ണും പൂട്ടി പറയാം കൺസർവേറ്റിസം ആണ്, അല്ലെ? കൺസർവേറ്റിസമാ. കാരണം എന്തുകൊണ്ടാ? ബാഡ് ഡെറ്റുകൾക്കും അതേപോലെ തന്നെ ഡൗട്ട്ഫുൾ ഡെറ്റുകൾക്കും ഒക്കെ നമ്മൾ എന്ത് വെക്കുന്നു? പ്രൊവിഷൻ വെക്കുന്നു. നമുക്കറിയാം സാധനങ്ങൾ കടത്തിന് വാങ്ങുന്നവർ എല്ലാവരും പൈസ തരണമെന്നില്ല. അങ്ങനെ തരാത്തവരുണ്ടെങ്കിലോ നമുക്ക് ഈ കിട്ടാനുള്ള പൈസ ഫുള്ള് കിട്ടുമെന്ന് ഉറപ്പില്ലല്ലോ. അപ്പോൾ കിട്ടിയില്ലെങ്കിൽ നമ്മൾ അതിന് വേണ്ടി ഒരു പ്രൊവിഷൻ വെക്കുകയാണ്. ലോസുകൾക്ക് നമ്മൾ നേരത്തെ പ്രൊവിഷൻസ് വെക്കുകയാണ്. സോ അതാണ് നമ്മുടെ, അത് നമ്മൾ എപ്പോഴും കൺസർവേറ്റിസത്തിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ ആയിട്ട് പഠിക്കുന്നതാണ് ഈ പ്രൊവിഷൻസ്. പ്രൊവിഷൻ ഫോർ ബാഡ് ആൻഡ് ഡൗട്ട്ഫുൾ ഡെറ്റുകളാണ് കേട്ടോ. അടുത്തൊരു ഓപ്ഷൻ നോക്കിക്കേ, ഇത് നമ്മളെ കൺഫ്യൂസിങ് ആക്കുന്നതാണ്. മേക്കിംഗ് പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട് ഓൺ ക്രെഡിറ്റേഴ്സ്. നമ്മൾ പെട്ടെന്ന് പ്രൊവിഷൻ എന്ന് കാണുമ്പോൾ പ്രൊവിഷനുകളെല്ലാം കൺസർവേറ്റിസം ആണല്ലോ എന്ന് ചിന്തിച്ചുകൊണ്ട് സിയും ഡിയും ആൻസർ ആയിട്ട് മനസ്സിൽ വിചാരിക്കും. പക്ഷെ കൃത്യമായിട്ട് വായിക്കാം,
മേക്കിംഗ് പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട് ഓൺ ക്രെഡിറ്റേഴ്സ് എന്ന നാലാമത്തെ സ്റ്റേറ്റ്മെന്റ്. ക്രെഡിറ്റേഴ്സിന് പ്രൊവിഷൻ വെക്കുവോ? ക്രെഡിറ്റേഴ്സിന് പ്രൊവിഷൻ വെക്കുവാണെങ്കിൽ തന്നെ അതൊരു ലോസിന് വെക്കുന്ന പ്രൊവിഷൻ ആണോ? ആലോചിച്ച് നോക്കിയേ. ക്രെഡിറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ആരാ? നമ്മൾ അങ്ങോട്ട് പൈസ കൊടുക്കാനുള്ളവരാ. ഓക്കെ, അപ്പോൾ ഡിസ്കൗണ്ട് ഓൺ ക്രെഡിറ്റേഴ്സ് എന്താ? നമ്മൾ അങ്ങോട്ട് പൈസ കൊടുക്കാനുള്ളവര് ചിലപ്പോൾ ഡിസ്കൗണ്ട് തരുമ്പോൾ നമുക്ക് ബെനിഫിഷ്യൽ ആണ്, നമ്മുടെ കമ്പനിക്ക് നല്ലതാ, ബെനിഫിറ്റ് അല്ലേ. ഒരു ക്രെഡിറ്റർക്ക് നമ്മൾ 1 ലക്ഷം രൂപ കൊടുക്കാനുണ്ട്. ഇനി ചിലപ്പോൾ ആ കൊടുക്കുന്ന സമയത്ത് ഒരു 10,000 രൂപ അയാൾ വേണ്ടെന്ന് വെച്ചാലോ, അങ്ങനെ ഒരു കാര്യമുണ്ട് അല്ലേ. അപ്പോൾ അങ്ങനെ ഒരു ക്രെഡിറ്റർ ഡിസ്കൗണ്ട് തന്നാലോ എന്ന് വെച്ച് നമ്മൾ വെക്കുന്ന പ്രൊവിഷൻസ് ആക്ച്വലി അത് ലോസിന് വെക്കുന്ന പ്രൊവിഷൻ അല്ല, അത് നമുക്കൊരു ഗെയിൻ ഉണ്ടായാലോ എന്നും പറഞ്ഞ് വെക്കുന്നതാ. അത് കൺസർവേറ്റിസത്തിൽ പറയുന്നില്ലല്ലോ, അത് കൺസർവേറ്റിസത്തിന്റെ ഓപ്പോസിറ്റ് ആണ്. കൺസർവേറ്റിസം പറയുന്നത് ആന്റിസിപ്പേറ്റ് നോ പ്രോഫിറ്റ്, പ്രൊവൈഡ് ഫോർ ഓൾ പോസിബിൾ ലോസസ് എന്നാ. ഇത് പ്രോഫിറ്റിനെ ആന്റിസിപ്പേറ്റ് ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെന്റ്, അതുകൊണ്ട് അത് നമുക്ക് വരത്തില്ല. ക്രിയേറ്റിംഗ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ഫ്ലക്ച്വേഷൻ ഫണ്ട്, ഇൻവെസ്റ്റ്മെന്റ് ഫ്ലക്ച്വേഷൻ ഫണ്ടുകൾ ക്രിയേറ്റ് ചെയ്യുന്നതും കൺസർവേറ്റിസം ആണ് അല്ലെ. അപ്പൊ ഏതൊക്കെ വരും? A, C and E only. A, C and E only. ഓക്കെ, അപ്പൊ കൺസർവേറ്റിസത്തിന്റെ ഏറ്റവും മെയിൻ ഒരു എക്സാമ്പിൾ ആണ് ഒന്ന് നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റ് വാല്യൂ അല്ലെങ്കിൽ കോസ്റ്റ് വിച്ച് എവർ ഈസ് ലോവറിൽ വെക്കും. അതേപോലെ ബാഡ് ആൻഡ് ഡൗട്ട്ഫുൾ ഡെറ്റുകൾ, നമുക്ക് ഡെപ്റ്റുകൾക്ക് പ്രൊവിഷൻസ് വെക്കുന്നു, അതും കൺസർവേറ്റിസം ആണ്. ഇൻവെസ്റ്റ്മെന്റ് ഫ്ലക്ച്വേഷൻ ഫണ്ടുകൾ, അത് ഇൻവെസ്റ്റ്മെന്റിൽ നിന്ന് ലോസുകൾ ഉണ്ടായാൽ അതിന് വേണ്ടിയുള്ള പ്രൊവിഷൻസ് ആണ് കേട്ടോ, ഇൻവെസ്റ്റ്മെന്റ് ഫ്ലക്ച്വേഷൻ ഫണ്ട്സ്. അതൊക്കെ കൺസർവേറ്റിസത്തിന്റെ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാം. ഓക്കെ അല്ലേ? നമുക്ക് നെക്സ്റ്റ് ചോദ്യം നോക്കാം. ഓക്കെ, ഇത് സിമ്പിൾ ചോദ്യം, ഇതൊക്കെ വെറും ബേസിക് ലെവൽ അല്ലേ, ബേസ് ലെവൽ ആണ്. ഇൻ ഇന്ത്യ ടേം ഓഫ് എവറി യൂട്ടിലിറ്റി പേറ്റന്റ് ഗ്രാൻഡഡ് ഷാൾ ബി ഓഫ് ഇയേഴ്സ്. പേറ്റന്റുകൾ ഉണ്ടല്ലോ, പേറ്റന്റുകൾ നമുക്കറിയാം, നമ്മുടെ എന്തെങ്കിലും ഒരു ക്രിയേഷൻസിന് കിട്ടുന്ന പ്രൊട്ടക്ഷൻ ആണ് ഈ പേറ്റന്റ് എന്ന് പറയുന്നത് അല്ലെ. പേറ്റന്റ് വെച്ച് പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ പേറ്റന്റുകൾക്കുള്ള പ്രൊട്ടക്ഷൻ സാധാരണ കൊടുക്കുന്നത് എത്ര ഇയറിലേക്കാണ്? നോർമലി ഇന്ത്യയിൽ പേറ്റന്റ് പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത് 20 വർഷത്തേക്കാണെന്നുള്ള കാര്യം നമുക്ക് അറിയാവുന്നതാണ് അല്ലെ. 20 ഇയേഴ്സിലാണ് പേറ്റന്റ് പ്രൊട്ടക്ഷൻ കിട്ടുന്നത്. ഓക്കെ, സോ 20 ഇയേഴ്സ് ആണ് നമുക്ക് കിട്ടുന്ന പ്രൊട്ടക്ഷൻ. ഗിവ് എക്സ്ക്ലൂസീവ് റൈറ്റ് ടു മേക്ക് യൂസ് ആൻഡ് സെൽ ദി ഇൻവെൻഷൻ. നമ്മുടെ ഇൻവെൻഷൻസിനാണ് ഈ പേറ്റന്റ് റൈറ്റ് കിട്ടുന്നത് അല്ലേ. അപ്പൊ ആ ഇൻവെൻഷൻസ് മേക്ക് ചെയ്യാനും യൂസ് ചെയ്യാനും സെൽ ചെയ്യാനുമുള്ള എക്സ്ക്ലൂസീവ് റൈറ്റ് അതിന്റെ ആ ഓണർക്ക് കിട്ടുന്നതാണ്, ഈ ഒരു ഓണർക്ക് കൊടുക്കും എക്സ്ക്ലൂസീവ് റൈറ്റ് ഫോർ 20 ഇയേഴ്സ് ആണ് കേട്ടോ. 20 ഇയേഴ്സ്. റിക്വയർ ആനുവൽ റിന്യൂവൽ ഫീ ഫ്രം 3rd ഇയർ ഓൺവേർഡ്. പേറ്റന്റ് എക്സ്പയർ ആഫ്റ്റർ 20 ഇയേഴ്സ് ആൻഡ് ഇൻവെൻഷൻ ബിക്കംസ് പബ്ലിക് ഡൊമൈൻ. 20 വർഷത്തിന് ശേഷം ആ പേറ്റന്റുകൾ എക്സ്പയർ ആകും, പിന്നെ അത് പബ്ലിക് ഡൊമൈൻ ആയിട്ട് കണക്കാക്കപ്പെടും അല്ലേ. Then it protects new and useful inventions or improvements granted under the Patent Act 1970. Patent Act 1970 ആണ് ഈ ഒരു പ്രൊട്ടക്ഷൻ ഗ്രാന്റ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. അറേഞ്ച് ദി ഫോളോയിങ് തിയറീസ് ഓഫ് ഇന്റർനാഷണൽ ട്രേഡ് ഇൻ ക്രോണോളജിക്കൽ ഓർഡർ. ഈ ഒരു ചോദ്യ പേപ്പർ കണ്ടാൽ നമുക്ക് മനസ്സിലാകും പല ഭാഗങ്ങളിലും ക്രോണോളജിക്കൽ ഓർഡറിൽ അറേഞ്ച് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് പലതും വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് അല്ലെ. സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞു. എക്സ്ചേഞ്ച് റേറ്റിന്റെ ഗോൾഡ് സ്റ്റാൻഡേർഡും അതേപോലെ തന്നെ കമ്മോഡിറ്റി സ്റ്റാൻഡേർഡുകളും ഒക്കെ അത് കറക്റ്റ് ഓർഡറിൽ അറേഞ്ച് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നമ്മളോട് ഇന്റർനാഷണൽ ട്രേഡ് തിയറീസ് ആണ് കേട്ടോ. തിയറീസ് ഓഫ് ഇന്റർനാഷണൽ ട്രേഡ് വളരെ 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 ഇമ്പോർട്ടൻറ്റ്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടുന്ന് നിങ്ങൾക്ക് എല്ലാ പ്രാവശ്യവും ചോദ്യം വരും. ഇതിൽ നിന്നൊരു ചോദ്യം ഉറപ്പാ, ഇതിൽ നിന്ന് ചോദ്യം ചോദിക്കാതെ ഇരിക്കത്തില്ല. നിങ്ങൾ കഴിഞ്ഞ ഒരു 5 വർഷത്തെ ചോദ്യ പേപ്പർ എടുത്ത് നോക്കിയാലും നമ്മുടെ ഈ ഇന്റർനാഷണൽ ട്രേഡ്, തിയറീസ് ഓഫ് ഇന്റർനാഷണൽ ട്രേഡിൽ നിന്ന് മിനിമം ഒരു ചോദ്യം കാണും. ഒന്നല്ല, ഒന്നിൽ കൂടുതൽ ചോദിക്കാറുണ്ട്. മിനിമം ഒരു ചോദ്യം ഇവിടുന്ന് കാണും. ഇതിലേതെങ്കിലും ഒരു തിയറിയെ ആസ്പദമാക്കിയിട്ടോ അല്ലെങ്കിൽ ഈ തിയറിയും പ്രൊപ്പോണ്ടേഴ്സിന്റെ പേരും തമ്മിൽ മാച്ച് ചെയ്യാനോ അല്ലെങ്കിൽ ഇയറിന്റെ ബേസിലോ ഒക്കെ ചോദ്യങ്ങൾ വരാറുണ്ട്. സോ ഇവിടെ പറഞ്ഞേക്കുന്നത് തിയറീസ് ഓഫ് ഇന്റർനാഷണൽ ട്രേഡിനെ ക്രോണോളജിക്കൽ ഓർഡറിൽ അറേഞ്ച് ചെയ്യണം. മെർക്കന്റിലിസം, കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ്, പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിൾ തിയറി, HO തിയറി അല്ലെ, ഹെക്ഷർ ഓഹ്ലിൻ തിയറി. ഓക്കെ, ഇതിനെ നമുക്ക് എങ്ങനെയാ അറേഞ്ച് ചെയ്യുന്നത്? ഓപ്ഷൻസ് നോക്കാം. ABC വരും, ABC അല്ലെ. മെർക്കന്റിലിസം, കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ്, ഹെക്ഷർ ഓഹ്ലിൻ തിയറി, പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിൾ തിയറി. നോക്കാം അതിന്റെ എക്സ്പ്ലനേഷൻ. മെർക്കന്റിലിസം തിയറി 16th to 18th centuries ആണ്. വൺ ഓഫ് ദി earliest തിയറീസ് ഓഫ് ഇന്റർനാഷണൽ ട്രേഡ് ആണ് മെർക്കന്റിലിസം. സോ ഇറ്റ് എംഫസൈസ്ഡ് അക്യുമുലേറ്റിംഗ് വെൽത്ത് ത്രൂ ട്രേഡ് സർപ്ലസ്. അപ്പൊ മെർക്കന്റിലിസം തിയറി 16th to 18th centuryയിലായിരുന്നു മെർക്കന്റിലിസം തിയറി. ഈ തിയറി ഇമ്പോർട്ടൻസ് കൊടുത്തത് എക്സ്പോർട്ടുകൾക്കാണ് അല്ലെ. കൺട്രീസ് കൂടുതലായിട്ട് എക്സ്പോർട്ട് ചെയ്യുക, ഒരു രാജ്യത്തിന്റെ വെൽത്ത് തീരുമാനിക്കുന്നത് അവരുടെ ഗോൾഡ് ഡെപ്പോസിറ്റുകളിലായിരുന്നു എന്നാണ് നമ്മുടെ മെർക്കന്റിലിസം തിയറിയിൽ പറയുന്നത്.
രണ്ടാമത്തത് കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ് ആണ്. ഏർലി 19th സെഞ്ചുറിയിൽ ഉണ്ടായിരുന്നു. ഡേവിഡ് റിക്കാർഡോയാണ് കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ് തിയറി കൊണ്ടുവന്നത്. ഡേവിഡ് റിക്കാർഡോ. സോ ഇറ്റ് എക്സ്പ്ലെയിൻ ഹൗ കൺട്രീസ് ബെനിഫിറ്റ് ബൈ സ്പെഷ്യലൈസിംഗ് ഇൻ goods where they have relative efficiency even if one is less efficient overall. സോ ഇവിടെ കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജിൽ പറയുന്നത് എന്താ, ഒരു ഏത് രാജ്യത്തിന് ഇപ്പോൾ നമുക്ക് കമ്പാരിറ്റീവ്ലി നമുക്ക് കുറഞ്ഞ പ്രൈസിൽ മാനുഫാക്ചർ ചെയ്യാൻ പറ്റുന്ന എന്ത് തരത്തിലുള്ള പ്രൊഡക്റ്റുകളാണോ അത് കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുക, അത് എക്സ്പോർട്ട് ചെയ്യുക, അല്ലെ? അതാണ് നമ്മുടെ കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ് തിയറി. ദെൻ ഹെക്ഷർ-ഓഹ്ലിൻ തിയറി, ഫാക്ടർ പ്രൊപ്പോർഷൻ തിയറി അല്ലെങ്കിൽ ഫാക്ടർ എൻഡോമെന്റ് തിയറി എന്നൊക്കെ പറയും, അല്ലെ? ഹെക്ഷർ-ഓഹ്ലിൻ ഏർലി 20th സെഞ്ചുറിയിൽ ഉണ്ടായിരുന്നതാണ്. സോ ഇറ്റ് ബിൽഡ്സ് ഓൺ കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ് ബൈ ഫോക്കസിംഗ് ഓൺ ഫാക്ടർ എൻഡോമെന്റ്. ഇവിടെ പറയുന്നത് ഒരു രാജ്യത്തിന് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ അവർക്ക് എന്താണോ കൂടുതൽ അതുമായിട്ട് റിലേറ്റ് ചെയ്തുള്ള ഗുഡ്സ് അവർ കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുക, കൂടുതൽ എക്സ്പോർട്ട് ചെയ്യുക. ഇപ്പോൾ ക്യാപിറ്റൽ ഇന്റൻസീവ് ആയിട്ടുള്ള കൺട്രി ആണെങ്കിൽ ക്യാപിറ്റൽ ഇന്റൻസീവ് ഗുഡ്സ് വേണം അവർ കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യാനും എക്സ്പോർട്ട് ചെയ്യാനും. ലേബർ ഇന്റൻസീവ് ആയിട്ടുള്ള ഒരു കൺട്രി ആണെങ്കിൽ അവർ ലേബർ ഇന്റൻസീവ് ഗുഡ്സിനെ കൂടുതലായിട്ട് മാനുഫാക്ചർ ചെയ്യുക, അത് എക്സ്പോർട്ട് ചെയ്യുക. അതാണ് ഹെക്ഷർ-ഓഹ്ലിൻ തിയറി. എച്ച്ഒ തിയറിയുമായിട്ട് ബന്ധപ്പെട്ട് ലിയോൺചീഫ് പാരഡോക്സ് ഒക്കെ ഉണ്ടല്ലേ, ലിയോൺചീഫ് പാരഡോക്സ് അതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. വാസ്ലി ലിയോൺചീഫിന്റെ ഒരു ക്രിറ്റിസിസം ആയിരുന്നു. അതൊക്കെ എന്താണെന്ന് നോക്കിക്കോണം, എക്സാമിന് ചോദിക്കുന്നതാണ്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിൾ തിയറി. 1960s ഉണ്ടായിരുന്നതാണ്. റേമണ്ട് വെർണൻ ആണ് ഈ ഒരു പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിൾ തിയറി കൊണ്ടുവന്നത്. സോ ഈ തിയറിയിൽ പറയുന്നത് എന്താ, ട്രേഡ് ബേസ്ഡ് ഓൺ ദ പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിൾ. ഒരു പ്രൊഡക്റ്റിന്റെ ലൈഫ് സൈക്കിൾ കംപ്ലീറ്റും നമ്മൾ കൺസിഡർ ചെയ്തിട്ടാണ് ട്രേഡ് നടത്തേണ്ടത്, അല്ലേ? അതായത് ഒരു പ്രൊഡക്റ്റിലെ ലൈഫ് സൈക്കിൾ എന്ന് പറയുമ്പോൾ ഇൻട്രൊഡക്ഷൻ, ഗ്രോത്ത്, മെച്യൂരിറ്റി, സാച്ചുറേഷൻ, ഡിക്ലൈൻ, അഫക്റ്റിംഗ് വെയർ പ്രൊഡക്റ്റ് ആർ മെയ്ഡ് ആൻഡ് ട്രേഡഡ്. അപ്പോൾ പ്രൊഡക്റ്റിന്റെ ഫുൾ ലൈഫ് സൈക്കിളും നോക്കിയിട്ടാണ് നമ്മൾ അതിന്റെ ട്രേഡിനെ തീരുമാനിക്കേണ്ടത്. ഓക്കെ, ഇത്രയുമാണ് നമുക്ക് ഈ ഒരു ഭാഗത്തുള്ളത്. സോ നമുക്കൊരു ക്വസ്റ്റ്യൻ കൂടി ഒന്ന് നോക്കാം. മാച്ച് ദി ഫോളോയിങ് ആണ്. ഇവിടെ ബാങ്കിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കാര്യമാണ്. ബാങ്കിങ്ങിന്റെ ഏരിയയിൽ നിന്നുള്ളൊരു ചോദ്യമാണ്. നോസ്ട്രോ അക്കൗണ്ട്, വോസ്ട്രോ അക്കൗണ്ട്, ബിഡ്, ഓഫർ. നിങ്ങൾ ഇത് കേട്ടിട്ടുണ്ടായിരിക്കും, നോസ്ട്രോ അക്കൗണ്ടും വോസ്ട്രോ അക്കൗണ്ടും ഒക്കെ. ദെൻ ബിഡും ഓഫറും. ബിഡും ഓഫറും പിന്നെ നമുക്ക് സിമ്പിൾ ആയിട്ട് അറിയാവുന്നതാ, അല്ലെ? ബിഡ് എന്തുവാ? ബിഡ് ദ പ്രൈസ് അറ്റ് വിച്ച് ഡീലർ ഈസ് വില്ലിംഗ് ടു പ്രൈസ് അറ്റ് വിച്ച് ഡീലർ ഈസ് വില്ലിംഗ് ടു ബൈ അനദർ കറൻസി. ഓഫർ എന്ന് പറഞ്ഞാൽ പ്രൈസ് അറ്റ് വിച്ച് ഡീലർ ഈസ് വില്ലിംഗ് ടു സെൽ അനദർ കറൻസി, അല്ലെ? അതല്ലേ ഓഫർ. ഇങ്ങനെ ചിന്തിച്ചാൽ മതി. നമ്മൾ ഓഫർ ചെയ്യുന്നു. നമ്മളൊരു ഓഫർ കൊടുക്കുന്നത് എപ്പോഴാ? നമ്മളൊരു സാധനം വിൽക്കുന്ന സമയത്തല്ലേ നമ്മളൊരു ഓഫർ കൊടുക്കുന്നത്. സോ ഓഫർ എന്ന് പറഞ്ഞാൽ ഡീലർ ഈസ് വില്ലിംഗ് ടു സെൽ അനദർ കറൻസി. ബിഡ് എന്ന് പറഞ്ഞാലോ ബൈ ചെയ്യാനല്ലേ? നമ്മളിത് ബൈ ചെയ്യാൻ ഇത്ര രൂപയ്ക്ക് നമ്മൾ വാങ്ങാൻ താല്പര്യമുണ്ട് എന്ന് പറഞ്ഞാണ് നമ്മൾ ബിഡ് ചെയ്യുന്നത്. ബിഡ് എന്ന് പറയുന്നത് ഡീലർ ഈസ് വില്ലിംഗ് ടു ബൈ അനദർ കറൻസി. ഇനി നോസ്ട്രോ അക്കൗണ്ടും വോസ്ട്രോ അക്കൗണ്ടും ഉണ്ട്. നോസ്ട്രോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ ബാങ്ക്സ് സ്വിസ് ഫ്രാങ്ക് അക്കൗണ്ട് വിത്ത് എ ബാങ്ക് ഇൻ സ്വിറ്റ്സർലൻഡ്. ഡൊമസ്റ്റിക് ബാങ്ക് അക്കൗണ്ട്, നമ്മുടെ ഡൊമസ്റ്റിക് കൺട്രിയുടെ ഒരു ബാങ്ക് അക്കൗണ്ട് നമ്മൾ US ഒരു ബാങ്കിൽ അവിടുത്തെ കറൻസിയിൽ നമ്മൾ എമൗണ്ടുകൾ ഡെപ്പോസിറ്റ് ചെയ്യുന്നതാണ് നോസ്ട്രോ അക്കൗണ്ട്. ഇന്ത്യൻ ബാങ്ക്സ് അക്കൗണ്ട് വിത്ത് US ബാങ്ക്. ഇപ്പൊ ഇന്ത്യയിലെ ഒരു അക്കൗണ്ട് ഇന്ത്യൻ ബാങ്കിന് ഇപ്പൊ US ഉള്ളൊരു ബാങ്കിൽ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നു. ദാറ്റ് ഈസ് നോസ്ട്രോ. വോസ്ട്രോ എന്ന് പറഞ്ഞാൽ അക്കൗണ്ട് ഹെൽഡ് ബൈ എ ഫോറിൻ ബാങ്ക് വിത്ത് ലോക്കൽ ബാങ്ക്. ഇപ്പോൾ നമ്മുടെ ഇന്ത്യൻ ബാങ്കിൽ ഇപ്പൊ SBI, ഇന്ത്യൻ ബാങ്ക് ഒരു SBI ആണ്. SBIയിൽ US ഒരു ബാങ്ക് എമൗണ്ട് ഡെപ്പോസിറ്റ് ചെയ്യുകയാണെങ്കിൽ അത് വോസ്ട്രോ അക്കൗണ്ട് ആയിരിക്കുമേ. അത് രണ്ടും ഒന്ന് ഓർത്ത് വെച്ചോണം. നമുക്കൊന്ന് കാണാം. ഇവിടെ ഓപ്ഷൻ 2 ആണ് കറക്റ്റ് ആൻസർ. നോസ്ട്രോ എന്ന് പറഞ്ഞാൽ യുവർ ബാങ്ക് അക്കൗണ്ട് ഇൻ ഫോറിൻ ബാങ്ക്, യുവർ ബാങ്ക്സ് അക്കൗണ്ട് ഇൻ ഫോറിൻ ബാങ്ക്. ഇപ്പൊ നമുക്ക് US ഒരു ബാങ്കിൽ നമുക്കൊരു അക്കൗണ്ട് ഉണ്ട്. അതെന്താ? നോസ്ട്രോ അക്കൗണ്ടാ. നമ്മളൊരു ഇന്ത്യൻ സിറ്റിസണാ. നമുക്ക് US ഒരു ബാങ്കിൽ അക്കൗണ്ട് ഉണ്ടെങ്കിൽ ദാറ്റ് ഈസ് നോസ്ട്രോ അക്കൗണ്ട്, അല്ലെ? ഇപ്പൊ നമ്മുടെ ബാങ്കിന്റെ അക്കൗണ്ട് ഫോറിൻ കൺട്രിയിൽ ഫോറിൻ കറൻസിയിൽ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നു. സിമ്പിൾ ആയിട്ട് ഓർത്തിരിക്കാനാകട്ടോ, ഡീറ്റെയിൽഡ് ആയിട്ട് ഇതിനെപ്പറ്റി പറയുന്നില്ല. വോസ്ട്രോ എന്ന് പറഞ്ഞാൽ ഫോറിൻ ബാങ്ക്സ് അക്കൗണ്ട് വിത്ത് യുവർ ലോക്കൽ ബാങ്ക്. ഓക്കെ, US ഒരു ബാങ്കിന് ഇന്ത്യയിലെ ഒരു ബാങ്കിൽ അക്കൗണ്ട് എടുത്തേക്കുന്നു. അപ്പൊ ഇന്ത്യൻ കറൻസിയിൽ ഇന്ത്യയിൽ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്താൽ ദാറ്റ് ഈസ് വോസ്ട്രോ. നോസ്ട്രോ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ഒരു ബാങ്ക് US ഒരു ബാങ്കിൽ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്തു. US കറൻസീസിൽ അവരവിടെ എമൗണ്ട് ഡെപ്പോസിറ്റ് ചെയ്തേക്കുന്നു. ദാറ്റ് ഈസ് നോസ്ട്രോ. പിന്നെ ബിഡും ഓഫറും. ബിഡ് എന്ന് പറഞ്ഞാൽ പ്രൈസ് ഡീലർ ബൈ എ കറൻസി, ഡീലർ ബൈ ചെയ്യാൻ താല്പര്യമുള്ള പ്രൈസ് ആണ് ബിഡ്. ദെൻ ഓഫർ എന്ന് പറഞ്ഞാൽ പ്രൈസ് അറ്റ് വിച്ച് ഡീലർ സെൽ എ കറൻസി, കറൻസി സെല്ല് ചെയ്യുന്ന പ്രൈസ് ആണ് ഓഫർ പ്രൈസ്, അല്ലെ? അപ്പോൾ ബിഡും ഓഫറും നോസ്ട്രോയും വോസ്ട്രോയും കൃത്യമായിട്ട് അങ്ങ് പഠിച്ചു വെച്ചേക്കണേ. സോ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ബാലൻസ് ക്വസ്റ്റ്യൻസ് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിലായിട്ട് ഡിസ്കസ് ചെയ്യാം. താങ്ക്